ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. റോയ് സി ജെയുടെ ആത്മഹത്യ. ആദായനികുതി സംഘം എത്തിയത് കേരളത്തിൽ നിന്നും. കേസെടുത്ത പോലീസ്. പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ സി ജെ റോയ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർണാടക പോലീസ്. അശോക് നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഡിസിപിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കേരളത്തിൽ നിന്നുമാണ് ആദായനികുതി സംഘം എത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി സ്ഥലത്ത് റെയ്ഡ് നടന്നിരുന്നു. ജീവനക്കാരുടെയും IT ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തു. ഫോറൻസിക് ബാലിസ്റ്റിക് ടീമുകൾ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാരുടെ മൊഴി. സി ജെ റോയിയെ ഇന്നലെ 1 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തിരുന്നുവെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. റോയ് സി ജെയുടെ സംസ്കാരം ഇന്ന്. ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ റോയ് സി ജെയുടെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ. മൃതദേഹം ബൌറിംഗ് ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിന് ഉത്തരവാദി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു. ഇഡി ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്ന് ലീഗൽ അഡ്വൈസർ പ്രകാശ് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. 3 ദിവസമായി റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദാംശങ്ങൾ തേടുമെന്നും പോലീസ് അറിയിച്ചു. പറവൂരിൽ സതീശൻ ജയിക്കുവാൻ സാധ്യത കുറവ്. ജനങ്ങൾ കോൺഗ്രസിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ VD സതീശൻ ജയിക്കുവാൻ സാധ്യത കുറവാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആ മണ്ഡലത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെതിരാണ്. ഒറ്റയ്ക്ക് അവിടെ ജയിക്കുവാൻ കോൺഗ്രസിനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു. അതിനാൽ നേമത്തും പറവൂരിലും കോൺഗ്രസ് BJP ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. ആ ഡീലിന് തെളിവൊന്നുമില്ല. മുൻപും ഇത്തരത്തിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒത്തുതീർപ്പിന്റെ ഫലമായി ഞാൻ തോറ്റിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംഘിക്കുട്ടി എന്ന് എന്നെ VD സതീശൻ വിളിച്ചു. 5 പതിറ്റാണ്ടായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. സംഘപരിവാറിനെതിരായാണ് എന്റെ പ്രവർത്തനം. അങ്ങനെയുള്ള എന്നെയാണ് സംഘിക്കുട്ടി എന്ന് വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് പിള്ളേരുടെ അഴിഞ്ഞാട്ടം. തിയേറ്ററുകളിൽ ചിരിമേളം തീർത്ത് പ്രകമ്പനം. തിയേറ്ററുകളിൽ ചിരിയുടെ പ്രകമ്പനം തീർത്തിരിക്കുകയാണ് ഒരു കൂട്ടം യുവതാരങ്ങൾ. ഒരു മെൻസ് ഹോസ്റ്റലിലെ പേടിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ കഥാമുഹൂർത്തങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ചിത്രമാണ് പ്രകമ്പനം. തല പെരുക്കാതെ റിലാക്സ് ആയി ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു നല്ല ചോയ്സാണ് ഈ ചിത്രം. പണിയിലൂടെ വില്ലനായി വന്ന പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സാഗർ സൂര്യയുടെ ഒരു കിടിലൻ മേക്ക് ഓവർ തന്നെയാണ് ചിത്രത്തിലുടനീളം നമുക്ക് കാണാനാകുന്നത്. കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് എല്ലാ ഗ്യാങ്ങിലും ഉണ്ടാകുന്ന ഒരു ഉഴപ്പൻ സുഹൃത്തുണ്ട്. അതിന്റെ ഒരു കാർബൺ കോപ്പി തന്നെയാണ് സാഗർ സൂര്യയുടെ പുണ്യാളൻ. സിനിമയിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാഗർ സൂര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തനിക്ക് സീരിയസ് കഥാപാത്രങ്ങളും വിജയിപ്പിക്കുവാൻ കഴിയുമെന്ന് സാഗർ മുൻപേ തെളിയിച്ചിട്ടുണ്ടെങ്കിലും പുണ്യാളൻ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ ഇന്ന്. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിർണായക NCP യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. സുനേത്രയെ ബരാമതിയിൽ നിന്നും മത്സരിപ്പിക്കുവാനും ആലോചനയുണ്ട്. ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് സുനേത്രയെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ രാജ്യസഭാ അംഗമാണ് സുനേത്ര. എന്നാൽ രാഷ്ട്രീയത്തിലെ നേരിട്ട് ഇടപെട്ടുള്ള പരിചയക്കുറവ് സുനേത്രയ്ക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുടുംബപ്പോര് നടന്ന ബരാമതിയിൽ സുപ്രിയ സുലഖയ്ക്കെതിരെ മത്സരിച്ച് വൻ മാർജിനിൽ പരാജയപ്പെട്ട ശേഷമാണ് രാജ്യസഭാ സീറ്റ് കിട്ടിയത്. അതേസമയം ഇരു NCPകളും ലയനത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് അജിത്തിന്റെ വിയോഗം. ലയനമുണ്ടായാൽ ഏത് മുന്നണിയിലാകും പാർട്ടി എന്നതാണ് പ്രധാന തർക്കം. പ്രതിപക്ഷത്തേക്ക് പോയാൽ പല പ്രധാന നേതാക്കളും പാർട്ടി വിട്ടേക്കാനും സാധ്യതയുണ്ട്. അജിത് പവാർ വിടവാങ്ങിയെങ്കിലും ലയന ചർച്ച വഴിമുട്ടരുതെന്നാണ് പവാർ പക്ഷ നേതാക്കളുടെ നിലപാട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. MSF സംസ്ഥാന സമ്മേളന തീം സോങ്ങിൽ ഇമ്രാൻ ഖാന്റെ ചിത്രം. ലീഗിന്റെ രാഷ്ട്രീയ ഭൌതിക നേതൃത്വത്തെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയെന്ന് M ശിവപ്രസാദ്. MSF സംസ്ഥാന സമ്മേളനത്തിലെ തീം സോങ്ങിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ ചിത്രം ഉൾപ്പെട്ടതിനെ ചൊല്ലി വിവാദം. തീം സോങ്ങിനെതിരെ SFI രംഗത്തെത്തി.
ആരുടെ രാഷ്ട്രീയത്തെയാണ് MSF പിന്തുടരുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് തീം സോങ്ങിലെ ദൃശ്യങ്ങളെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞു. മുസ്ലിം ലീഗിന് ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലം വരെ മതരാഷ്ട്രവാദത്തെ ലീഗ് ശക്തമായി എതിർത്തിരുന്നു. അടുത്ത കാലത്ത് ലീഗ് ജമാഅത്തിന്റെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി. ലീഗിന്റെ രാഷ്ട്രീയ ബൌദ്ധിക നേതൃത്വത്തെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേഗത എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് MSFന് വരുന്ന മാറ്റമെന്നും ശിവപ്രസാദ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റ് ലോകം മൊത്തമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്നു. ബിരുദ പഠനം സൌജന്യമാക്കിയത് രാജ്യത്തിന് മാതൃക. MV ഗോവിന്ദൻ. സംസ്ഥാന ബജറ്റ് ലോകം മൊത്തമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നവകേരള നിർമ്മിതിക്ക് ഉതകുന്നതാണ് ബജറ്റ്. ഇടത് ബദലാണ് ബജറ്റ്. കേന്ദ്ര അവഗണന മറികടന്ന് മുന്നേറും എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ബജറ്റ്. ദാരിദ്ര്യം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്നു. വാഗ്ദാനങ്ങൾ എല്ലാം പാലിക്കുകയാണ്. ബിരുദ പഠനം സൌജന്യമാക്കിയത് രാജ്യത്തിന് മാതൃക. എല്ലാ ജനവിഭാഗങ്ങൾക്കും ബജറ്റിൽ കരുതലുണ്ട്. ബജറ്റ് ചർച്ച ചെയ്യുവാൻ പ്രതിപക്ഷത്തിന് ത്രാണിയില്ല. പ്രായോഗികമല്ല എന്ന ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. 2021 രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നതും. കഴിഞ്ഞ ബജറ്റ് ബഡായി ബജറ്റ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇടതുപക്ഷ ബദൽ എന്താണെന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലാകില്ല. ഞങ്ങൾ തന്നെയല്ലേ വരാൻ പോകുന്നത്. ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നടപ്പാക്കും. അമിത ആത്മവിശ്വാസമല്ല, നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.